ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2016 പുറത്തിറങ്ങിയ വന്യം എന്ന് പറയുന്ന മൂവിയാണ്. ഈ ത്രില്ലിംഗ് മൂവിന്റെ കഥ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയങ്ങളാതെ നേരെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിലെ ഒരു ബീവറേജിന് വെളിയിൽ വെയിറ്റ് ചെയ്യുന്ന കൃഷ്ണനെയും വിവേകിനെയും കാണിക്കുന്നു. അവരിപ്പോൾ അവിടുത്തെ തിരക്കിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവരുടെ കൂട്ടുകാരൻ ലൈനിലെല്ലാം നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് അവരെടുത്ത് വന്ന് മച്ച കുപ്പി കിട്ടി പോവാന്ന് പറയുകയാണ്. ആ കുപ്പിയും കൊണ്ട് വന്ന വ്യക്തിന്റെ പേര് റിയാസ് എന്നാണ്. അതിനുശേഷം റിയാസ് അവന്മാരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ വെച്ച് ആ കുപ്പി എല്ലാം പൊട്ടിച്ചടിക്കുന്നു. ഈ സമയത്ത് റിയാസ് പറയുന്നുണ്ട്, എടാ നമ്മുടെ ഈ മദ്യപാനൊക്കെ നിർത്തണം, ഈ ഒരു ശീലം നമ്മുടെ ഭാവിക്ക് നല്ലതല്ല എന്ന്. ഈ സമയത്ത് കേൾക്കുന്ന വിവേക് പറയുന്നു, എടാ അതിന് നമ്മൾ മദ്യപാനം നിർത്തണമെന്നില്ല, വല്ല നല്ല ബിസിനസ്സും ചെയ്ത് സക്സസ് ആവാൻ നോക്കാം, അതാണ് നല്ല വഴി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവരോരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ റിയാസ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവനോട് അവന്റെ ഉമ്മ പറയുകയാണ്, ഇത്ര നാളും ഞാൻ കഷ്ടപ്പെട്ട് നിന്റെ കാര്യങ്ങളെല്ലാം നോക്കി, ഇനി എനിക്ക് ഇങ്ങനെ ജോലിക്ക് പോയി കഷ്ടപ്പെടാൻ വയ്യ. സോ ഇനി മുതൽ നീ നല്ലൊരു ജോലി കണ്ടെത്തി എന്നെയും കൂടി നോക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇത് കേൾക്കുന്ന റിയാസ് എല്ലാം റെഡിയാക്കാന്നൊക്കെ പറഞ്ഞ അമ്മനെ സമാധാനിപ്പിക്കുന്നു. അടുത്ത സീനില് റിയാസിന്റെ മറ്റു രണ്ട് ഫ്രണ്ട്സിന്റെയും വീട് കാണിക്കുവാണ്. അവരുടെയും വീട്ടിലെ ഏകദേശം സംസാരം ഇതേപോലെ തന്നെയാണ്. സോ ഇവര് മൂന്നുപേരും ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കാത്ത ഉഴപ്പന്മാരായ പയ്യന്മാരാണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് റിയാസ് വർക്ക് ചെയ്യുന്ന സ്ഥലം കാണിക്കുന്നു. അവനൊരു വർക്ക്ഷോപ്പിലായിരുന്നു പണിയെടുത്തോണ്ടിരുന്നത്. അവിടേക്ക് ഇപ്പൊ അവന്റെ ഒരു കസ്റ്റമർ വന്ന് അവനോട് പറയുവാണ്, എടാ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോട്ടലില് ഇന്നൊരു യാത്രക്കാരി വന്നു, അവർക്ക് നമ്മുടെ സ്ഥലത്തുള്ള വാട്ടർഫാൾസ് ഒക്കെയാണ് കാണേണ്ടത്, അവർക്ക് ഗൈഡായിട്ട് പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നീ അതിന് പറ്റിയ ഡെസ്റ്റിനേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനൊക്കെ അയാൾ പറയുന്നു. അപ്പൊ റിയാസ് ആണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് റിയാസിന്റെ മറ്റു രണ്ട് ഫ്രണ്ട്സ് അവിടേക്ക് വരുവാണ്. അവർ വന്നതിന് ശേഷം റിയാസ് ആണെങ്കിൽ പിന്നെ വർക്കിലൊന്നും ഫോക്കസ് ചെയ്യാതെ ചിരിച്ചും കളിച്ച് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടായി അവിടുത്തെ മഠത്തിലെ രണ്ടൂന്ന് കന്യാസ്ത്രീകളെ കാണിക്കുന്നു. ആ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഇവര്. അങ്ങനെ ഇപ്പൊ അതിലൊരു കന്യാസ്ത്രീനെ അടുത്ത് വന്ന് ഒരു പ്രായമായ സ്ത്രീ എന്തോ സുഖമില്ല എന്ന് പറയുന്നു, മരുന്ന് വാങ്ങാൻ കാശില്ല എന്ന് പറയുന്നു. അപ്പൊ ആ കന്യാസ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീനെയും കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവർക്ക് ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് വീണ്ടും റിയാസിന്റെ വർക്ക്ഷോപ്പ് കാണിക്കുവാണ്. ഇപ്പൊ റിയാസും അവന്റെ രണ്ട് ഫ്രണ്ട്സും കൂടി അവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് നേരത്തെ ഇവിടെ വന്ന ആ ഹോട്ടലിലെ വ്യക്തിയില്ലേ, അയാൾ ഒരു ബൈക്കില് അവിടേക്ക് എത്തിയ യാത്രക്കാരനെയും കൂട്ടിക്കൊണ്ട് വാട്ടർഫാൾസ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇവര് കാണുന്നത്. എടാ അവന്റെ കൂടെയുള്ള പെണ്ണ് കൊള്ളാലോ, ശരി നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ അവിടേക്ക് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് അവനെ ഫോളോ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ അവന്മാര് മൂന്നുപേരും അവരുടെ പുറകെ വെച്ച് പിടിക്കുന്നു. അങ്ങനെ അവിടെ എത്തി അവർ കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടലിലെ വ്യക്തി ആ യാത്രക്കാരിയായിട്ട് അവിടെ വെച്ച് ക്ലോസ് ആവുന്നതാണ്. അതായത് അവളെ മടി കിടത്തുകയും റൊമാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഈ സമയം വിവേക് ആണെങ്കിൽ അവന്റെ ഫോണിൽ അതിന്റെ വീഡിയോ എടുക്കുന്നു. അറ്റ് ദ സെയിം ടൈം ആ ഹോട്ടലിലെ വ്യക്തി ഇവിടെ അത്ര സേഫ് അല്ല, നമുക്ക് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ട് ഇന്റിമേറ്റ് ആവെന്ന് പറയുവാണ്. അങ്ങനെ ഇപ്പൊ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഈ സമയം വിവേക് വാ നമുക്ക് പുറകെ ചെന്ന് നോക്കാന്ന് പറയുവാണ്. ഇത് കേൾക്കുന്ന റിയാസ് പറയുന്നു, ഇനി അവരവിടേക്ക് പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാലോ, സോ ഇനി എന്തിനാ അവരെ ഫോളോ ചെയ്യുന്നത്, അവരായി അവരുടെ പാടായി വിട്ടേക്ക്, നമുക്ക് തിരിച്ചു പോകാൻ നോക്കാം. റിയാസ് പറയുന്ന ഈ കാര്യം കേട്ടാ വിവേക് ഈ സമയത്ത് പറയുവാണ്, നമുക്കൊക്കെ ഇത്രയും പ്രായമായിട്ടും ഇങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ, ഇല്ലല്ലോ, അപ്പൊ നമുക്ക് പോയി അത് കാണുമെങ്കിലും ചെയ്യാം. ഇത് കേൾക്കുന്ന റിയാസ് പറയുവാണ്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നടക്കാത്തത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് കേൾക്കുന്ന കൃഷ്ണ, എല്ലാത്തിനും വഴി ഉണ്ടാകാം, എന്റെ അടുത്ത് അതിനൊരു ഐഡിയ ഉണ്ട്, അതെന്താണെന്ന് ഞാൻ നാളെ പറയാം. ഇങ്ങനെയും പറഞ്ഞ് കൃഷ്ണ അവിടുന്ന് പോകുന്നു. അടുത്ത ദിവസം കൃഷ്ണ അവരുടെ അടുത്തേക്ക് വന്നത് പറയുന്നു. സംഭവം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡീസിനെ എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിന്റെ നമ്പർ കൃഷ്ണന്റെ അടുത്തുണ്ടായിരുന്നു. ആ കാര്യമാണ് അയാൾ ഇപ്പൊ ഇവരോട് പറയുന്നത്. അങ്ങനെ ഇത് കേട്ടതും വിവേകാണെങ്കിൽ പെട്ടെന്ന് ആ വ്യക്തിന്റെ നമ്പർ വാങ്ങി അയാളെ കോൾ ചെയ്യുന്നു. എന്നിട്ട് കാര്യം ചോദിക്കുന്നു. 10,000 രൂപയാണ് ഒരു പെണ്ണിന് വില. 10,000 കേൾക്കുന്ന സമയത്ത് ഇവന്മാര് മൂന്നുപേരും ആകെ ഷോക്ക് ആവുന്നു. കാരണം അത്രയും വലിയൊരു എമൗണ്ട് ഒന്നും എടുക്കാൻ ഇവർ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആലോചിച്ചിട്ട് വിളിക്കാമെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ശേഷം അവർ മൂന്നുപേരും ഇതിനെപ്പറ്റി സംസാരിക്കുവാണ്. അതൊരു വലിയ എമൗണ്ട് ആണെങ്കിലും അവരൊരു ആഗ്രഹം നടക്കുമല്ലോ, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ആ പണം അറേഞ്ച് ചെയ്യാന്ന് അവന്മാർ വിചാരിക്കുന്നു. അതിനുവേണ്ടി വിവേക് അവന്റെ പഴയ ലാപ്ടോപ്പ് വെക്കുന്നു. റിയാസ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ സൈക്കിൾ വെക്കുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അവർക്ക് വേണ്ട എമൗണ്ട് വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന്മാരാണെങ്കിൽ ബാക്കി പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി കക്കാനും ഇറങ്ങുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഫൈനലി അവര് അങ്ങനെയെല്ലാം ചെയ്ത് ആ പണം ഒപ്പിക്കുവാണ്. അടുത്ത സീനിൽ ആ ഡീലറായ ആ വ്യക്തിന്റെ പേര് ക്രിസ്റ്റി എന്നാണ്. അയാളുടെ വീട്ടിലേക്ക് എത്തുന്ന അവന്മാര് മൂന്നുപേരും. ക്രിസ്റ്റി ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നത് അയാളുടെ വൈഫിനെ തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പൊ അവന്മാര് മൂന്നുപേരും ചെന്നിട്ട് അവരെ അറേഞ്ച് ചെയ്ത് ആ 10,000 രൂപ ക്രിസ്റ്റിന്റെ അടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കുവാണ്. 10,000 രൂപ എന്ന് ഞാൻ പറഞ്ഞത് ഒരാളുടെ കോസ്റ്റ് ആണ്, നിങ്ങൾക്ക് 3 പേർക്ക് ഇവിടെ വേണമെങ്കിൽ 30,000 രൂപ തരേണ്ടി വരും. ഇത് കേൾക്കുന്ന അവന്മാര് പറയുന്നു, അയ്യോ 30,000 രൂപയൊന്നും ഞങ്ങളുടെ അടുത്തില്ല, ഞങ്ങൾ 3 പേർക്കും വേണ്ടിയാണ് ഞങ്ങൾ ഒന്ന് സംസാരിച്ചത്. ഇത് കേൾക്കുന്ന ക്രിസ്റ്റി അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല, 10,000 രൂപയ്ക്ക് വേണമെങ്കിൽ ഇവിടെ ഒരാൾക്ക് കിട്ടും. അയ്യോ ചേട്ടാ അത് പറ്റില്ല, ഞങ്ങൾ 3 പേരും ആഗ്രഹിച്ചു വന്നതാണ്. ഇങ്ങനെ അവന്മാര് പറയുന്ന സമയത്ത് എന്നാ ഈ പൈസ പിടിക്കും, എന്നിട്ട് പോയി 30,000 രൂപ ഉണ്ടായിക്കൊണ്ട് വരാൻ പറഞ്ഞ് ക്രിസ്റ്റി ഇപ്പൊ അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനിൽ കാണിക്കുന്നത് അവന്മാർ അവിടെ നിന്ന് വന്ന് ഒരു സ്ഥലത്തിരുന്ന് ഇതിനെ പറ്റി എല്ലാം സംസാരിക്കുന്നതാണ്. അത്രയും വലിയൊരു തുക എങ്ങനെ അറേഞ്ച് ചെയ്യാനാണ്, അത് പോസിബിൾ അല്ല എന്നാ തോന്നുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ തട്ടിക്കൊണ്ട് വന്ന് അവളെ സെക്ഷലായി യൂസ് ചെയ്യാം. വിവേക് ഈ കാര്യം പറയുന്ന സമയത്ത് അവന്റെ ഫ്രണ്ട്സും അതിനൊക്കെ പറയുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം ഒരു മനുഷ്യൻ പുറത്തറിയരുത്, അറിഞ്ഞ വലിയ പ്രശ്നമാവും. ഇങ്ങനെ ഈ സമയത്ത് റിയാസ് പറയുന്നു. ഇതേക്കുന്ന കൃഷ്ണ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാലും അത് പുറത്തറിയിക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു പെണ്ണുണ്ട്, നമുക്ക് അവളെ തന്നെ
എങ്ങനെ സെറ്റാക്കാം. ഇതേക്കുന്ന മറ്റു രണ്ടുപേരും അതാരാണെന്ന് ചോദിക്കുന്നു. ഞാൻ അവളെ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം. ഇങ്ങനെയും പറഞ്ഞ് കൃഷ്ണ അവിടുന്ന് പോകുന്നു. അടുത്ത ദിവസം രാവിലെ റിയാസിന്റെ വർക്ക്ഷോപ്പില് അവന്മാരും 3 പേരും ആ പെണ്ണിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സമയം അവിടെ കൂടി ആ നാട്ടുകാർക്കും വേണ്ടി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ആ 2 കന്യാസ്ത്രീമാരില്ലേ, അവരങ്ങനെ നടന്നു പോവുകയാണ്. അതിൽ ഈ ചെറുപ്പക്കാരിയായ ഈ കന്യാസ്ത്രീയുടെ പേര് അനിത എന്നാണ്. അങ്ങനെ ഇപ്പൊ അവളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പെണ്ണെന്ന് കൃഷ്ണ ഇപ്പൊ ഫ്രണ്ട്സിനോട് പറയുന്നു. ഇതേക്കുന്ന ഫ്രണ്ട്സ് അവളെ എങ്ങനെ സെറ്റാക്കുമെന്ന് ചോദിക്കുവാണ്. എടാ, അനിതന്റെ കൂടെയുള്ള തെരേസ എന്ന് പറയുന്ന കന്യാസ്ത്രീ ഈവനിങ് ക്ലിനിക്ക് ഇന്ന് നേരത്തെ പോകും. അവർ പോയി കഴിഞ്ഞാൽ അനിത അവിടെ ഒറ്റയ്ക്കായിരിക്കും. ആ സമയം എന്തെങ്കിലും മരുന്ന് വാങ്ങാനുള്ള രീതിയിൽ ക്ലിനിക്കിലേക്ക് ചെല്ലാം. നൈസ് ആയിട്ട് അവളെ സെറ്റാക്കാം. ഇതേക്കുന്ന ബാക്കി 2 ഫ്രണ്ട്സും അത് കൊള്ളാന്ന് പറയുന്നു. അങ്ങനെ അന്ന് ഈവനിങ് തെരേസ എന്ന് പറയുന്ന ആ കന്യാസ്ത്രീ പോയതിനു ശേഷം കൃഷ്ണയാണെങ്കിൽ പ്ലാൻ ചെയ്ത പോലെ അവന്റെ കഴുത്തിന് വേനയാണ്, അതിന് കുറച്ച് മരുന്ന് വേണമെന്നും പറഞ്ഞുകൊണ്ട് നേരെ അനിതനെ ചെന്ന് കാണുന്നു. കഴുത്ത് വേനയ്ക്കാണെങ്കിൽ കുഴമ്പിരിപ്പുണ്ട്, അത് മതിയെന്ന് ചോദിക്കുന്ന സമയത്ത് അത് മതിയെന്ന് കൃഷ്ണ പറയുന്നു. അപ്പൊ അനിത അവനോട് എന്നാ അകത്തേക്ക് വരാൻ പറയുവാണ്. അങ്ങനെ അവൻ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവന്റെ കഴുത്തില് ആ ഓയിൽ തേച്ച് അവള് തിരുമ്മി കൊടുക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കൃഷ്ണ റിയാസിന്റെ വർക്ക്ഷോപ്പിലേക്ക് ഓടി വന്നിട്ട് അവരോട് പറയുവാണ്, കഴുത്തിന് വേദന മരുന്ന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത്രയും നേരം അവളെ ലേറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി ക്ലിനിക്കെല്ലാം പോയിട്ട് അവൾ തിരിച്ചു പോകുമ്പോഴേക്കും കുറെ കൂടി ലേറ്റ് ആവും. സോ ഈവനിങ് ടൈം അവൾ ഫോറസ്റ്റിന്റെ അടുത്ത് കൂടി പോകുമ്പോൾ അവളെ വെച്ച് നമുക്ക് അവളെ കടത്താം. ആ സമയം ആയതുകൊണ്ട് ആരും കാണുകയില്ല. ഇത് കേൾക്കുന്ന അവർ 2 പേരും ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ അവന്മാര് 3 പേരും പെട്ടെന്ന് ഷോപ്പെല്ലാം അടച്ച് ആ ഫോറസ്റ്റിന്റെ ഒരു ഏരിയയിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നു. കുറച്ചേരം കഴിഞ്ഞ് അനിതയാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ നടന്നു വരുവാണ്. ഈ സമയം അവളുടെ മുമ്പിലേക്ക് ചാടി വീണ് റിയാസ് ആണെങ്കിൽ അവളെ തടയുന്നു. അവന്റെ ഈ പെരുമാറ്റെല്ലാം കാണുന്ന സമയത്ത് അനിതയ്ക്കാണെങ്കിൽ എന്തോ മാതികേട് തോന്നുവാണ്. അങ്ങനെ അവളാണെങ്കിൽ നിനക്ക് എന്താ വേണ്ടത്, മാതിക്ക് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പത്തേക്ക് റിയാസ് ആണെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവളെ ടച്ച് ചെയ്യുന്നു. അപ്പൊ അവന്റെ കൈ തട്ടി മാറ്റി അവളോടൊന്നും പോകാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ റിയാസ് ആണെങ്കിൽ അവളെ പിടിച്ച് കൃഷ്ണയും വിവേക് ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് തള്ളി വിടുവാണ്. അങ്ങനെ അവൾ അവിടേക്ക് വീഴുന്ന സമയത്ത് ഇവന്മാർ 2 പേരും കൂടി അവളെ പിടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അനിതയാണെങ്കിൽ അവരെ 2 പേരും ഡിഫെൻഡ് ചെയ്ത് അവിടുന്ന് എങ്ങനെ ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ അവന്മാർ ഈ സമയം പുറകെ ഓടി അവളെ ഒരു സ്ഥലത്ത് വെച്ച് പിടികൂടുവാണ് വീണ്ടും. എന്നിട്ട് അവന്മാർ 3 പേരും അവളുടെ ഡ്രസ്സെല്ലാം വലിച്ചു കീറി അവള് ന്യൂഡായിട്ട് നിൽക്കുന്നതിന്റെ ഫോട്ടോസ് എല്ലാം എടുത്ത് അവളെ റേപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതേസമയം മഠത്തിലുള്ള തെരേസ എന്ന് പറയുന്ന കന്യാസ്ത്രീ ആണെങ്കിൽ അനിത ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് കുറച്ചേരം കഴിയുന്ന സമയത്ത് അനിതയാണെങ്കിൽ ആകെ വല്ലാത്തൊരു കോലത്തില് അവിടേക്ക് വന്ന് കയറുന്നു. അവളുടെ ഈ കോലെല്ലാം കണ്ടപ്പോൾ തന്നെ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തെരേസയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അവരിത് ചെന്ന് അവിടുത്തെ അച്ഛനോട് പറയുന്നു. അതിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള ബാക്കി കന്യാസ്ത്രീകളെല്ലാം അവളുടെ അടുത്തേക്ക് ഓടിക്കൂടുന്നു. അവളുടെ മുറിവിലെല്ലാം മരുന്ന് വെച്ച് കൊടുക്കുന്നു. നിന്നോട് ഈ തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവരെ നമ്മൾ വെറുതെ വിടില്ല, അവർക്ക് വേണ്ട ശിക്ഷ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നൊക്കെ അവർ പറയുകയും ചെയ്യുവാണ്. അങ്ങനെ ആ സീനിനെ കട്ടായ അടുത്ത സീനില് രാത്രി സമയത്ത് ഒരുമിച്ചിരിക്കുന്ന നമ്മുടെ 3 നായകന്മാരും കാണിക്കുന്നു. അവരിപ്പോ ആകെ ടെൻഷനിലാണ്. അനിത ഈ കാര്യം മടത്തി ചെന്ന് ആരോടെങ്കിലും പറയുമെന്നും പേടിച്ച്. ഈ സമയം വിവേക് കൂട്ടുകാരോട് പറയുന്നു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവൾ ആരോടും പറയില്ലായിരിക്കുന്നു. അതിൽ വിവേക് മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നു. ഇന്ന് അവളുടെ ന്യൂഡായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എല്ലാം അവനെടുത്തായിരുന്നല്ലോ, അതിൽ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാമെന്ന് അവൻ വിചാരിക്കുന്നു. അങ്ങനെ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം അവൻ ചെയ്യാനും തുടങ്ങുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത ദിവസം കൃഷ്ണയാണെങ്കിൽ വിവേകിനെ കോൾ ചെയ്യുന്നു. വിവേകിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ആകെ ടെൻഷനായ അവൻ റിയാസിനെ കോൾ ചെയ്ത് വിവേകിനെ പറ്റി ചോദിക്കുന്നു. എടാ, അവൻ എന്തോ ഒരു ജോലി ഉണ്ടെന്നും പറഞ്ഞ് അവിടെയൊക്കെ പോയതാണ്. നീ ഇന്നലത്തെ കാര്യം ആലോചിച്ച് ടെൻഷനായിട്ട് അവനെ വിളിക്കുന്നെങ്കിൽ നീ ആ കാര്യം വിട്ടേക്ക്, ഒരു പ്രശ്നം ഉണ്ടാവില്ലടാന്നൊക്കെ ഈ സമയത്ത് റിയാസ് പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനിൽ കാണിക്കുന്നത് ഇന്നലെ വിവേകാണെങ്കിൽ അനിതന്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അവൻ അപ്ലോഡ് ചെയ്ത ഫയൽസ് എല്ലാം നല്ല രീതിയിൽ വൈറലാവുന്നു. അത് അവരുടെ ഗ്രാമത്തിലുള്ള ആൾക്കാരും കാണുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോസിൽ അനിതന്റെ ഫേസ് അടക്കം കിട്ടുന്നുണ്ട് തന്നെ എല്ലാവർക്കും ഇത് അനിതയാണെന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നു. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ അതിനെപ്പറ്റി സംസാരിക്കാനും അവളെ കാണുമ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞ് അവളെ വേദനിപ്പിക്കാനും തുടങ്ങുന്നു. അങ്ങനെയിരിക്കുന്ന അതേ സമയം തന്നെ മടത്തിന്ന് കന്യാസ്ത്രീകളെല്ലാം ഒരു തീരുമാനം എടുക്കുന്നു. അനിതൻ ഇനി ഈ നാട്ടിൽ നിർത്തിയ എല്ലാവരും ഇങ്ങനെ അവളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. ഇത്രയൊക്കെ അനുഭവിച്ചിരിക്കുന്ന അവൾക്ക് ഇനി അതും കൂടി താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് ഈ പ്രശ്നമൊക്കെ തീരുന്നോളം വരെ അവൾ ഇവിടെ നിന്ന് മാറ്റി നിർത്താന്ന്. അങ്ങനെ തെരേസ എന്ന് പറയുന്ന മദർ എന്ന് പള്ളിയിലച്ചനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൾ ഇവിടുന്ന് എത്രയും വേഗം ഒന്ന് മാറ്റി നിർത്തണം എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഫാദർ പറയുന്നു, അനിതയായിട്ട് മദറിന് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതല്ലേ, ഇപ്പൊ അവളുടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മദറിന്റെ അടുത്ത് അവളെ മാറ്റി നിർത്തിയ ഒറ്റയ്ക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ അവൾക്കുണ്ടായ ഇതിലും ഭീകരമായി മാറും അവളുടെ അവസ്ഥ. അതുകൊണ്ട് ഇനി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ശരിക്കും ഒന്ന് ആലോചിക്കണം. എന്നാലും കുറച്ച് ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് എന്താ വേണ്ടതെന്ന് ആലോചിക്കാമെന്നും ഫാദർ പറയുന്നു. അങ്ങനെ അവിടുത്തെ 2 ദിവസം കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനിതയാണെങ്കിൽ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്ത് അവൾക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ അവൾ പോയിട്ട് വോമിറ്റ് ചെയ്യുന്നു. ഇത് കാണുന്ന കൂടെയുള്ള കുറച്ച് കന്യാസ്ത്രീമാര് അവളോട് കാര്യം ചോദിക്കുന്നു. അപ്പൊ അനിതയാണെങ്കിൽ മറുപടി ഒന്നും കൊടുക്കാതെ അവിടുന്ന് സൈലന്റ് ആയിട്ട് അങ്ങനെ പോവുകയാണ്. ഈ സമയം കന്യാസ്ത്രീമാര് ഈ കാര്യം നേരെയെന്ന് തെരേസ എന്ന് പറയുന്ന മദറിനോട് പറയുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ട തെരേസ എന്ന് പറയുന്ന മദർ ഒരു പ്രഗ്നൻസി കിറ്റ് കൊണ്ടേ അനിതന്റെ അടുത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നീ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയുന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അനിത പ്രഗ്നന്റ് ആണെന്ന് അറിയുവാണ്. അങ്ങനെ ഈ കാര്യം അറിയുന്ന സമയത്ത് തെരേസ എന്ന് പറയുന്ന മദർ പറയുന്നുണ്ട്, നമുക്ക് എത്രയും വേഗം കുട്ടീനെ അബോർട്ട് ചെയ്യാന്ന്. ഇതേക്കുന്ന അനിത പറയുന്നു, എന്റെ വയറ്റിൽ വളരുന്ന ജീവനെ അനാവശ്യമായിട്ട് ബലി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ സിറ്റുവേഷൻ എനിക്ക് ശരിക്കും അറിയാം. എന്തൊക്കെയാണെങ്കിലും ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും. അവളിങ്ങനെ മദറിന്റെ വാക്ക് എതിർത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മദറിന് ദേഷ്യം വരുന്നു. നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താ പിന്നെ നിനക്ക് ഈ മഠത്തിൽ താമസിക്കാൻ കഴിയില്ല. ഇങ്ങനെ മാത്രം അവളോട് പറയുന്ന സമയത്ത് നിങ്ങളിങ്ങനെ പറയുന്ന എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ മാനസികപരമായിട്ട്
പോകാനായിട്ട് അതിന് തയ്യാറായി കഴിഞ്ഞു. സോ ഞാൻ ഇറങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കരയുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അനിതയാണെങ്കിൽ ആ മഠം വിട്ട് പുറത്തു പോകുന്നു. അങ്ങനെ അനിത അവിടുന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് അവൾ വഴിയിലൂടെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിലൂടെ പോകുന്ന ആൾക്കാരല്ല അനിതനെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് നടന്ന് സങ്കടപ്പെട്ട് അങ്ങനെ പോകുന്നത് ഈ സമയം വർക്ക്ഷോപ്പിൽ ഇരുന്നുകൊണ്ട് റിയാസും കാണുന്നുണ്ട്. പാവം, അവളുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവരാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ റിയാസിനാകെ കുറ്റബോധം തോന്നുന്നു. ഇപ്പൊ അവന് മനസ്സിലാവുന്നുണ്ട് അന്ന് അവർ 3 പേരും കൂടി ചെയ്തു കൂട്ടിയത് എത്ര വലിയ തെറ്റാണെന്ന്. അങ്ങനെ അവിടുന്ന് അനിത നേരെ ചെല്ലുന്നത് അവിടെയുള്ള അവരുടെ ക്ലിനിക്കിലേക്കായിരുന്നു. മടത്തി കയറ്റാത്തതൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഹെൽപ്പറെ പോലെ എന്നെ ഈ ക്ലിനിക്കിലെങ്കിലും കയറ്റിക്കൂടെ എന്ന് ഈ സമയം അവള് തെരേസിനോട് ചോദിക്കുന്നു. നിനക്ക് ഇവിടെയും പ്രവേശനമില്ല അനിത, ഞാൻ പറഞ്ഞില്ലേ അബോർഷൻ ചെയ്യാൻ നീ തയ്യാറാവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിനക്ക് മഠത്തിൽ നിൽക്കാം. ഇങ്ങനെ അവർ ഈ സമയം വീണ്ടും പറയുന്നു. ഇതേക്കുന്ന അനിത പറയാണ്, നിങ്ങൾ ഇത്രയും നാളും എനിക്ക് അഭയം തന്ന ആളാണ് എന്ന് വിചാരിച്ച് വയറ്റി വളർന്ന ഈ കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. ഈ സമയം ഈ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് സുശീല എന്ന് പറയുന്ന ഒരു സ്ത്രീ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവർക്കാണ് അന്ന് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അനിത ഫ്രീ ആയിട്ട് മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ പാവ അനിതന്റെ അവസ്ഥയെല്ലാം അറിയുന്ന അവർക്ക് അവളെ ഹെൽപ്പ് ചെയ്താൽ കൊള്ളാൻ തോന്നുന്നു. അങ്ങനെ ഇപ്പൊ സുശീല എന്ന് അനിതനോട് പറയുകയാണ്, മോൾ ഓക്കെ ആണെങ്കിൽ മോൾക്ക് എന്റെ വീട്ടിൽ താമസിക്കാം, ഞാൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന്. അനിതയ്ക്കും വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ അതിനൊക്കെ പറയുന്നു. അങ്ങനെ സുശീല എന്ന് പറയുന്ന സ്ത്രീ അനിതനെയും കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ അവൾക്ക് അഭയം കൊടുക്കുന്നു. ഈ സുശീല എന്ന് പറയുന്ന സ്ത്രീ പണ്ടൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അത് മാത്രമല്ല ഇതുപോലുള്ള സ്ത്രീകളെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് രാത്രി സമയത്ത് പലർക്കും അവരെ വയ്ക്കാറുണ്ടായിരുന്നു. ഇപ്പൊ സുശീല അനിതനെയും വീട്ടിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചല്ലോ. ഇതെല്ലാം അറിയുന്ന നാട്ടുകാരിൽ കുറച്ച് ആൾക്കാര് രാത്രി സമയത്ത് അവര് ബിസിനസ് വീണ്ടും തുടങ്ങിയതാണെന്ന് വിചാരിച്ച് അനിതനെ ഒരു യാത്രയ്ക്കത്തേക്ക് കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് വരാൻ തുടങ്ങുന്നു. ഇതേക്കുന്ന സുശീലേക്ക് ആകദേശം വരുന്നു. ഞാൻ അവളെ ബിസിനസിന് വേണ്ടിയല്ല ഇങ്ങോട്ട് കൂടിക്കൊണ്ട് വന്നത്, പിന്നെ ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തിയെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയാലോ, ഇനി മേലെ ഇങ്ങോട്ട് ഒരുത്തനെ കണ്ടുപോയില്ലെന്നും പറഞ്ഞ് സുശീല അവരെ എല്ലാവരും വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ സുശീല കോഴിക്കോട്ടിൽ നിന്ന് മുട്ടയെല്ലാം പിറകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അനിത സുശീലന്റെ അടുത്തേക്ക് വന്ന് പറയുന്നു, ചേച്ചി ഇവിടെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പറ, ഞാൻ ചെയ്യാം, വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതേക്കുന്ന സുശീല പറയുന്നു, മോളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മോൾ പുറത്തേക്ക് ഇറങ്ങിയാലൊന്നും ശരിയാവില്ല. ഇതേക്കുന്ന അനിത പറയുന്നു, പിന്നെ ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്നിട്ട് എന്താ കാര്യം, ഈ നാണക്കേട് മാറണമെങ്കിൽ ഞാൻ എല്ലാവരും ഫേസ് ചെയ്യാൻ തന്നെ വേണം. ഇനി വെളിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് ഫേസ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഞാൻ എന്റെ മനസ്സിനെ അതിനനുസരിച്ച് മാറ്റി കഴിഞ്ഞു. അതുകൊണ്ട് മാർക്കറ്റിൽ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് താ. ഇങ്ങനെ അനിത പറയുന്ന സമയത്ത് അവളെ നിർബന്ധത്തിന് വഴങ്ങി സുശീല അവളുടെ അടുത്ത് മുട്ടകളെല്ലാം വിൽക്കാൻ കൊടുത്തു വിടുന്നു. അങ്ങനെ അത് മാർക്കറ്റിലേക്ക് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി അവൾ ഇറങ്ങുവാണ്. അങ്ങനെ അടുത്ത സീനിൽ അനിത മാർക്കറ്റിലേക്ക് എത്തി വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കടയിൽ ആ മുട്ടകൾ ഏൽപ്പിക്കുന്നു. ഈ സമയം കടയിലുണ്ടായിരുന്ന കുറച്ച് ചെറുപ്പക്കാര് അനിതനെ കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ സമയം ഇതെല്ലാം ശ്രദ്ധിക്കുന്ന വർഗീസ് എന്ന് പറയുന്ന വ്യക്തി, അതായത് ആ കടക്കാരൻ അനിതനോട് പറയുന്നു, മോൾ അതൊന്നും കാര്യമാക്കണ്ട, മോൾക്ക് സംഭവിച്ച കാര്യത്തിൽ മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇതേക്കുന്ന അനിത, നിങ്ങൾ ചിന്തിച്ച പോലെ എല്ലാവരും ചിന്തിക്കില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുന്നു. അറ്റ് ദ സെയിം ടൈം റിയാസ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റിയാസിന് വീണ്ടും കുറ്റബോധം തോന്നുന്നു. കുറച്ചു ദിവസമായിട്ട് തന്റെ ഉറ്റ ചങ്ങാതിമാരായ വിവേകിനെയും കൃഷ്ണനെയും കാണുന്നില്ലായിരുന്നു. അമ്മാരി പ്രശ്നം ഒതുങ്ങുന്നിടം വരെ അവിടുന്ന് ഇങ്ങോട്ട് മുങ്ങിയതാണ്. അങ്ങനെ ഇപ്പൊ അവിടുന്ന് 2 ദിവസം കഴിയുന്ന സമയത്ത് അവന്മാര് പൊങ്ങുന്നു. അങ്ങനെ അമ്മാര് രണ്ടുപേരും നേരെ റിയാസിന്റെ അടുത്തേക്ക് വന്ന്, സോറിടാ എന്തെങ്കിലും പ്രശ്നമായാലോ എന്നുള്ള ചെറിയ പേടി കൊണ്ട് ഒന്ന് മുങ്ങിയതാണ്, എന്നാൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തിരിച്ചു വന്നതാണ്. ഇങ്ങനെല്ലാം കൃഷ്ണ പറയുന്ന സമയത്ത് വിവേക് ചിരിച്ചുകൊണ്ട് പറയുവാണ്, അനിത ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാത്തോണ്ടും പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടും വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇതുപോലെ ചെയ്യാന്ന്. ഇതേക്കുന്ന റിയാസിനാണെങ്കിൽ ദേഷ്യം വരുന്നു. നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൊണ്ട് ഇന്ന് ആ പെണ്ണിന്റെ ജീവിതം തന്നെ തകർന്നു. അവൾ പ്രഗ്നന്റ് ആയി, അതുകൊണ്ട് അവളെ മടത്തിൽ നിന്ന് പുറത്താക്കി. നാട്ടുകാരൊക്കെ അവളെ ഇപ്പൊ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. റിയാസ് അങ്ങനെ വിഷമത്തോട് കൂടി ഇതെല്ലാം പറയുന്ന സമയത്തും വിവേകാണെങ്കിൽ ഇതൊന്നും കാര്യമാക്കാതെ ഭയങ്കര ചില്ലായിട്ട് അങ്ങനെ നിൽക്കുന്നു. എന്നാൽ അവന്റെ പെരുമാറ്റം ഒന്നും റിയാസിന് അത്ര പിടിക്കുന്നില്ല. ഇതൊക്കെ വീടളിയാ, നമുക്കിന്ന് രാത്രി ഒന്ന് കൂടാ, കുറച്ച് മദ്യകത്ത് ചെല്ലുമ്പോൾ ഈ വിഷമമൊക്കെ അങ്ങ് മാറിക്കൊള്ളുന്നു അവൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി ഒരു കുപ്പിയെല്ലാം വാങ്ങി അവന്മാർ ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിയാസ് തന്റെ 2 ഫ്രണ്ട്സിനോടും പറയുവാണ്, നമ്മൾ ചെയ്തത് എന്തായാലും വലിയൊരു തെറ്റ് തന്നെയാണ്, നിങ്ങൾക്ക് ആ കുറ്റബോധം ഇല്ലെങ്കിലും എനിക്കതുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, അനിതനെ കല്യാണം കഴിക്കാൻ പോവാ ഞാൻ. അത്രയെങ്കിലും ചെയ്യുന്നതോടെ ചെയ്ത പാവം കുറച്ചെങ്കിലും കുറയും. ഇതേക്കുന്ന വിവേക്, നീ എന്തൊക്കെ മണ്ണത്തരാടായി പറയുന്നതെന്ന് ചോദിക്കുന്നു. പിന്നല്ലാതെ അവളെ ജീവിതം ഇങ്ങനെ തകരാൻ കാരണം നമ്മളല്ലേ, അപ്പൊ അതിന് പ്രായശ്ചിത്തം ചെയ്യണം, അല്ലെങ്കിൽ ദൈവം പൊറുക്കൂല എന്ന് പറയുന്നു. അങ്ങനെ ഈ കാര്യം ഉറപ്പിച്ച് പറഞ്ഞ് റിയാസ് നേരെ അവിടെ നിന്ന് ഇറങ്ങുന്നു. നേരെ സുശീലന്റെ വീട്ടിലേക്ക് വന്ന് വാതിൽ തട്ടി സുശീല വാതിൽ തുറക്കുന്ന സമയം എനിക്ക് അനിതനെ ഒന്ന് കാണണമെന്ന് പറയുവാണ്. ഈ സമയം സുശീല, അനിതനെ കാണണമെങ്കിൽ പോയിട്ട് രാവിലെ വാ, ഈ സമയത്ത് എന്തായാലും കാണാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ റിയാസ് അവിടെ നിന്ന് ഇറങ്ങുന്നു. വീട്ടിൽ വന്ന് ഉറങ്ങാൻ കിടക്കുന്ന അവനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല, ഉറക്കവും വരുന്നില്ല. അങ്ങനെ നാളെ രാവിലെ തന്നെ പോയി അനിതനെ കാണണം. അനിതനെ കാണുമ്പോൾ എങ്ങനെ സംസാരിച്ച് അവളെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കും, അവൾ തന്നോട് സംസാരിക്കാൻ തയ്യാറാവോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചാണ് അവൻ കിടക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ വിചാരിച്ച പോലെ അവൻ സുശീലന്റെ വീട്ടിലേക്ക് വന്നിട്ട് തന്നെ മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവനും അവന്റെ ഫ്രണ്ട്സും അവളോട് ചെയ്തു പോയ കാര്യങ്ങൾക്കെല്ലാം അവൻ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ ചെയ്തത് പൊറുക്കാൻ കഴിയാത്തൊരു തെറ്റാണ്, ആ കാര്യം കൊണ്ട് നിനക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി, അതിനൊരു പ്രായശ്ചിത്തം എന്നുള്ള രീതിയിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. റിയാസ് ഇത്രയും പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന അനിത ദേഷ്യപ്പെട്ട് അവനോട് പറയുവാണ്, നിന്നെ പോലെ മോശപ്പെട്ട ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയുടെ കൂടെ എന്റെ ജീവിതം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആരെ കല്യാണം കഴിക്കേണ്ടി വന്നാലും ഒരിക്കലും നിന്നെ പോലെയുള്ളവന്മാരെ ഞാൻ കല്യാണം കഴിക്കില്ല. അങ്ങനെ അവൾ ഈ ഒരു രീതിക്ക് സംസാരിക്കുന്ന സമയം റിയാസ് ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അവളുടെ ഈ സംസാരത്തിൽ അവൻ ആകെ ഡിപ്രസ്ഡ് ആയി. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത ദിവസം അനിതയാണെങ്കിൽ അതുപോലെ മുട്ടകള് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അവൾ വഴിയരികിൽ ഒരു കാഴ്ച കാണുന്നു. സംഭവം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വഴിയരികിലുള്ള ഒരു മരത്തില് റിയാസ് കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങി മരിച്ചു നിൽക്കുന്നു. അനിതയോട് ചെയ്തു പോയ ആ തെറ്റുകളെല്ലാം ആലോചിച്ച് മനസ്സ് നേരിയാണ് അവൻ ഈ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ ഈ ഒരു രീതിക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ കാഴ്ച കണ്ടെങ്കിലും അവൻ ചെയ്തത് അത്രയും വലിയൊരു തെറ്റായതുകൊണ്ട് തന്നെ
അനിതന്റെ മനസ്സിൽ യാതൊരു ഗിൽറ്റിനെസ്സും ഫീൽ ചെയ്യുന്നില്ല. അവൻ ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടിയെന്നുള്ള രീതിയിൽ ജീവനില്ലാത്ത അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് അനിത അവിടുന്ന് പതുക്കെ അങ്ങ് നടന്നു പോകുന്നു. അങ്ങനെ ഈ ഒരു സീക്വൻസോടെ ഈ മൂവി എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ചില ആഗ്രഹങ്ങൾ മനുഷ്യന്മാരെ കൊണ്ട് എന്തൊക്കെ തെറ്റുകൾ ചെയ്യിക്കുന്നു എന്നായിരുന്നു ഈ മൂവിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ദെൻ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.